എന്താ കുട്ടി? ഞാൻ ഭൂതനെ സ്വപ്നം കണ്ടു. കുട്ടി പേടിച്ചോ? പേടിച്ചില്ല. ഇന്നലെ 30 വെള്ളിയാഴ്ച നമ്മുടെ പറവറപ്പാടിലായിരുന്നു. നമ്മളതെല്ലാം കണ്ടപ്പോൾ ഇവിടെ മനസ്സിൽ തോന്നിയതായിരിക്കും. ആണ്ടി, ഭൂതൻ, തിറ, കാളക്കളി, അങ്ങനെ അനവധി സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരും പൂര പ്രമാണിച്ചിട്ടേ. ഇതിനെ വിളക്ക് പുറത്ത് സ്വീകരിക്കണം. പറ ഇടങ്ങാഴുന്നല്ലേ, നമ്മളാ കഴിയുന്ന സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. അതില്ല ആരൊക്കെയോ വന്നു പോകുന്നുള്ളൂ. മോനെ, ഇത് വേറൊരു കാര്യം, ഈ പിറ ഭദ്രകാളിയാ, വീട്ടിലേക്ക് എഴുന്നള്ളിക്കണം. മോനെ, കാലത്ത് പോയി അമ്പലപ്പുറത്ത് പോയി കുളിച്ചിട്ട് ബാക്കിയെല്ലാം മുത്തച്ഛൻ പറഞ്ഞു തരാം. നോക്കൊക്കെ കിടക്ക്. എന്താ പരിപാടി? ഊരൊക്കെയല്ലേ ഭഗവതി ലാസ്റ്റേക്ക് വരണല്ലേ, ഭാഗം ഒന്ന് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. മോനെ, നമുക്ക് കുതിര കെട്ടാൻ പോണ്ടേ? വരിക, കയറോ. പനി നേരത്തെ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ പോലെ കുതിരയ്ക്ക് വള്ളിയും വൈക്കോലും എടുത്തു കൊടുക്കും. വലുതായി കഴിഞ്ഞാൽ ഞാൻ വലിയ കുതിര കെട്ടും. വലുതാവുമ്പളേ പുതിയ ജനറേഷൻ ആൾക്ക് പഴമക്കാരല്ലേ, പുതിയ ആൾക്കാരല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. മൊത്തം അല്ല തോർത്തു മോനെ. മോളെന്താ പറയണേ? നാളെ തറയില് പറയല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കണ്ട് മോളെ. അമ്മ എന്താ പറയണേ? എനിക്ക് എന്തായാലും പ്രാവശ്യം തറയിൽ പറയണം, അച്ഛൻ്റെ അടുത്തേക്ക് പോയേ പറ്റും. എന്താ പ്രശ്നം? മോനെ നാളെ പാറ വരില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ശരിയാക്കണ്ട്. മോന് ഭാര്യ പറയണു അങ്ങോട്ട് പോകണം, വീട്ടിലേക്ക് പോകണം എന്ന് പറയണു. അത് എങ്ങനെ ശരിയാവുക? അമ്മേ, ഇപ്രാവശ്യത്തെ തറയിൽ പറയ്ക്ക് അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാ വർഷവും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യാറ്. ഇപ്പോഴാണെങ്കിൽ അമ്മ മരിച്ചിട്ട് 3 മാസമല്ലേ ആവുന്നുള്ളൂ. അപ്പൊ അച്ഛൻ്റെ കൂടെ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും സഹായിക്കേണ്ട, അതുകൊണ്ട് അമ്മേ ഞാൻ പോകണമെന്ന് പറയുന്നത്. എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവ് പറയണ മാതിരി നീ അനുസരിച്ചു. ഞാൻ എന്ത് പറയാനാ? അച്ഛനും അമ്മയും എന്താ പറയണേ അതുപോലെ ചെയ്തു. വിജയേട്ടാ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല. എല്ലാ വർഷത്തെയും പോലെയല്ലല്ലോ ഈ വർഷം. അവിടെ അച്ഛൻ നിറവറയാണ് വെക്കുന്നതെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഞാൻ വന്നോളാം. എനിക്ക് പോയേ പറ്റും. നമ്മുടെ വീട്ടിലെത്തും. നാളെ പറ വരുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഒരുക്കാണ്ട്. നീ പോയി ശരിയാവില്ല. പറക്കാർക്ക് എഴുതി കൊടുക്കണം, പിന്നെ നെല്ല് കുത്തണം, പറസത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കാണ്ട്. മോള് പോയാ എങ്ങനെ ശരിയാവുക? അതുകൊണ്ട് മോള് പോണ്ട. പുസ്തകം വായിച്ചിരിക്കല്ലേ? പുസ്തകം വായിക്കാത്ത ഒറ്റ ഇരിക്കല്ലേ? അപ്പോൾ പുസ്തകങ്ങളും എഴുത്തും പോകുന്നു. അമ്പല കമ്മിറ്റിക്കും പൂരപ്പിരിവിനൊക്കെ പോകാറുണ്ടോ? രക്ഷാധികാരിയാന്നറിയാം, എന്നാലും ഇപ്പോൾ ഇറങ്ങാറുണ്ടോ? പക്ഷെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, അവരെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം ഇവിടെ വേണമെന്നുള്ളൂ. അതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയുള്ള ഉഷാറിലപ്പോൾ നടക്കുന്നു കാര്യങ്ങളാണ്. അതൊരു നമുക്കൊരു ആവേശം കൊള്ളിക്കുന്ന ഒരു അനുഭവം കൂടെയാണ്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് അവർ മാറിയിട്ടുമുണ്ട്. വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമുക്ക്. ഈ പൂതനും തിരക്ക് വരാറില്ലേ? ഇപ്പം എങ്ങനെയാ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കടത്താറുണ്ടോ? പൂതനും പറയും വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവരെ വഴിക്ക് പോകുമ്പോൾ പോവും. പക്ഷെ മുമ്പൊക്കെ ആണെങ്കിൽ അവർക്ക് അരി നെല്ലൊക്കെ ആയിട്ട് കരുതി വയ്ക്കും. പക്ഷെ അന്ന് തയ്യാറില്ല ധാന്യങ്ങളൊന്നും. പക്ഷെ ഇന്ന് അവർക്കതൊന്നും വേണ്ട. കാരണം ഇന്ന് വളരെ അന്ന് 10-20 പേര് വന്ന സ്ഥാനത്ത് നിന്നിപ്പോൾ ഒരാൾ വന്നു. എൻ്റെ ഈ പടിക്ക് കൂടെ പോകുമ്പോൾ ഞാൻ വിളിച്ചു വരുത്താണ്, എന്നിട്ട് ഞാൻ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ഇന്നത്തെ
അവരുടെ പോക്കൊക്കെ. സംഗതി ശരിയാ. ഇന്നത്തെ കാലത്താകെ പൂര സമയത്ത് 1-2 പേര് വീട്ടിലേക്ക് വന്നാലായി നാള്. പഴയ പോലെയല്ല. ഇനി ഇവരേനൊക്കെ ഒന്നിച്ച് കാണി നമ്മൾ പൂരപ്പറമ്പിൽ ചെന്നിക്കണം. പൂരപ്പറമ്പിൽ ഇങ്ങനെ സംഘമായിട്ടാണല്ലോ വരുന്നത്. കാലം അങ്ങനെ മാറി. ഇപ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടതെന്ന് തോന്നണം. അപ്പോൾ അത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതും കാലത്തിനനുസരിച്ച് മാറിയെന്ന് വിചാരിക്കുക. അത്രയേ ഉള്ളൂ. ഇവിടെ പിന്നെന്താ പ്രാവശ്യം പറ വയ്ക്കണ്ടോ? ഏയ് പറ വയ്ക്കുന്നില്ല. ഓ, മരിച്ചിട്ടിപ്പോൾ 3 മാസമായിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. നമുക്ക് പറ വയ്ക്കണമെങ്കിൽ വയ്ക്കാം, അണിയാതെ വേണമെങ്കിൽ പറ വയ്ക്കാം. പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെതായ രീതി ഉണ്ടല്ലോ. അണിയാണ്ട് പറ വയ്ക്കാം, പക്ഷെ മനസ്സിന് തൃപ്തി വേണ്ടേ? അതാ പിന്നെ ഉള്ളു. അതിപ്പോൾ അടുത്ത കൊല്ലം ആവാലോ. ഇവിടെ ഇപ്പോൾ എത്ര പറ ഉണ്ടാവും? ഇവിടെ ഇപ്പോൾ ഒരു 4-5 പറയുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പറ വേണ്ടി വരും. വീട്ടിൽ 10 പറയാണേ. പറ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ഇത് തരാട്ടോ. ആ, അപ്പം ഞാൻ നാളെ രാത്രി മോനെ വിടാം. അപ്പോൾ പറ ഒന്ന് കൊടുത്തു വിട്ടാൽ മതി. പറ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവരും ചെയ്യാം. വിളക്കുണ്ടെങ്കിൽ വിളക്കും വെച്ചോളൂ. ഏതായാലും രാവിലെ തന്നെ പറഞ്ഞു വിട്ടോളൂ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ മരുമകൻ വരും. മരുമകൻ്റെ കൂടെ പോവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. അവൾ പറഞ്ഞ പോലെ പറ്റാ പിരിവിന് അന്ന് ഇറങ്ങും വേണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. ഹലോ വിജയേട്ടാ, ഇത് എവിടെയാ? പാർവതി, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇന്നും എന്നത്തെയും പോലെയാണോ? ഇന്നത്തെ വിശേഷം എന്താ? നമ്മുടെ വീട്ടിൽ നിന്ന് തറയെ പറയല്ലേ. ഞങ്ങൾ എല്ലാവരും വിജയേട്ടനെ കാത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഒരുക്കങ്ങൾ ചെയ്യാണ്ട്, പറയ്ക്ക് അണിയാനൊക്കെ ഉള്ള ഒരുക്കങ്ങളായിട്ട് അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നത്തെയും പോലെ ഇന്ന് വൈകിക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നേരത്തെ എത്തിയേ പറ്റൂ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഇന്ന് എനിക്ക് കുറെ ക്ലയൻസുമായി മീറ്റിംഗ് ഉണ്ട്. അവർക്ക് നമ്മുടെ വേലയെക്കുറിച്ചും പറയെക്കുറിച്ചും എന്തറിയാനാ? എന്താ ഞാൻ ചെയ്യുക? അങ്ങനെ പറഞ്ഞ എങ്ങനെ? ഇന്നത്തെ ദിവസത്തെങ്കിലും ഒന്ന് മാറ്റി വെക്കായിരുന്നില്ലേ? എല്ലാ ദിവസവും ഈ ഓഫീസും ക്ലയൻസ് അല്ലേ? ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഭഗവതി നമ്മുടെ വീട്ടിൽ വരണ ദിവസമല്ലേ? പെട്ടെന്ന് വരാൻ നോക്കൂ. ഇവിടെ അച്ഛനും അമ്മയൊക്കെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുക. വിജയേട്ടൻ വേഗം വരാൻ നോക്കൂ. അവരോട് അടുത്ത ദിവസത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കൂ. വിജയേട്ടനെ പറ്റിക്കായിരുന്നു അല്ലേ? വരാൻ വൈകുന്നൊക്കെ പറഞ്ഞത്. അത് എനിക്ക് സർപ്രൈസ് ആയിരുന്നോ? എന്താ അത്? അച്ഛനെ പറ്റിക്കായിരുന്നു അല്ലേ? ഇതും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാ ഞാൻ വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞില്ലല്ലോ വരണ കാര്യമൊന്നും. എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു. ഇവിടെ പറസദ്യ ഉണ്ട്. അപ്പൊ മകൻ വന്നപ്പോ അതിന്റെ കൂടെ പോകുന്നുള്ളൂ. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ലേ വിജയേട്ടാ? എനിക്ക് സന്തോഷമായി കേട്ടോ. ഇനി എന്റെ സന്തോഷമെല്ലാം അമ്മയോട് പറയൂ. അമ്മേ, അമ്മേ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. നേരത്തെ കുട്ടി വന്നു. അച്ഛനെ കൊണ്ടിട്ടാണ് വിജയേട്ടൻ വന്നത്. സന്തോഷമായി അമ്മേ. ആ, അണിയാളെ പാത്രം എടുക്കും മോളെ. ചായ എടുക്കാച്ചാ, ഞങ്ങള് ചായ എടുത്തിട്ട് വരാം. സന്തോഷായിട്ടോ അമ്മേ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം. നമ്മുടെ വേല നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടിയിട്ടല്ലേ ആഘോഷിക്കുന്നത്. പിന്നെ എങ്ങനെ മോളെ അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കുന്നത്? അതെ അമ്മേ, ഒറ്റപ്പെടലല്ല ഒത്തുചേരലാണ് നമ്മുടെ മച്ചാട് മാമാങ്കം. പുറമേറി വന്ന തിരുവാണിക്കാവിലമ്മേ, ദേശങ്ങൾ നിനക്കായി മാമാങ്കം നടത്തുന്നു. കുടപ്പുറമേറി വന്ന തിരുവാണിക്കാവിലമ്മേ, ദേശങ്ങൾ നിനക്കായി മാമാങ്കം നടത്തുന്നു. മാമാങ്കം നടത്തുന്നു. മാമാങ്കം നടത്തുന്നു. വിശ്വൈകനാഥേ മോക്ഷദായകം തവ ദിവ്യശുഭദർശനം. തൃക്കൈകളിൽ പള്ളിവാളും ചുരികയും കടുത്തിലയും ദേവി ഭുവനേശ്വരി ധനചണ്ഡികേ തിരുവാണിക്കാവിലമ്മേ പ്രണമാമ്യഹം.
പ്രണമാമ്യകം പ്രണമാമ്യകം പ്രണമാമ്യകം